കൊല്ലത്തെ ഒരു ലീഗ് നേതാവിൻ്റെ പണപ്പിരിവിനെ കുറിച്ചാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ PSC കുറിച്ചൊക്കെ പറഞ്ഞതാണ്. PSC നിയമനമൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല സുതാര്യമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KMML ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത് അത് ലീഗിൻ്റെ ദേശീയ കൗൺസിൽ അംഗമായിരുന്ന ആളാണ്. മുസ്ലിം ലീഗ് നേതാവിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട കേസും ഉണ്ടായിരിക്കുന്നു. 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്തായി. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ മുൻ അംഗം അബ്ദുൾ വഹാബ് പണം വാങ്ങുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചത്. 24,30,000 രൂപ കൊടുത്തില്ലേ? 24,30,000 ഇത് ഒന്നുമില്ല. ആ പറയും ഈ രേഖ മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ആണ് 25 ലക്ഷം രൂപ അയാൾ ചോദിച്ചത്. അതിന് നമ്മൾ 2022 ഓഗസ്റ്റ് 2-ാം തീയതി 5 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ കൊടുത്തു അഡ്വാൻസ്. വീണ്ടും അയാൾ 5 ലക്ഷം രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ സെപ്റ്റംബർ 17-ാം തീയതി 2 ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും ഇയാളുടെ ശാസ്താംകോട്ടയുള്ള SBI ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അത് കഴിഞ്ഞ് അതും പോരാ വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 3 ലക്ഷം രൂപ ബാങ്ക് ഓഫ് ഇന്ത്യ പന്മന ബ്രാഞ്ചിൽ നിന്നും ചെക്ക് കൊടുത്തു. അതിനുശേഷമാണ് 2023 ഈ ഏപ്രിൽ മാസം ജോലി ശരിയാവുമെന്ന് പറഞ്ഞ് ബാക്കി പൈസ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ 14,30,000 രൂപ നമ്മൾ അന്ന് ഏപ്രിൽ 13, 2023 കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത്രയും പൈസ കൊടുത്തല്ലോ, ഇയാൾക്ക് അവിടെ എന്താ ബന്ധം? അതുപോലെ നമ്മൾ അന്വേഷിച്ചു. അത് അയാൾ പറഞ്ഞത് അതിനകത്ത് അപ്പം നമ്മൾ അന്ന് അറിയാതെ വീഡിയോ എടുത്ത അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്, അവർ വഴിയാണ് ജോലി ശരിയാക്കുന്നതെന്നാണ് ഇയാൾ പറഞ്ഞത്. അവർക്ക് പോയി കൊടുക്കാനുള്ള പൈസ ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആരോ ആൾക്കാരുണ്ട്, അങ്ങനെ അവർക്ക് കൊടുക്കാനായി പൈസ ആണ്. മുൻ മന്ത്രിമാരുടെ പേര് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. അങ്ങനെയാണ് തട്ടിച്ച് അയാൾ പൈസ കൊണ്ടുപോയത്. ഇപ്പം അവിടെ അങ്ങനെ ഒരു തസ്തിക ഉണ്ടായിരുന്നു, നമ്മൾ അന്വേഷിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു തസ്തികയില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ വീണ്ടും അയാൾ ഓരോ അവധികൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോലീസിൽ പരാതി കൊടുത്തത്. കരുനാഗപ്പള്ളി ACPക്ക് പരാതി കൊടുത്ത് അവിടുന്ന് ചവറയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ ചവറയിൽ ഒരു ഇത് ചെയ്ത് അവർ ഇയാൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി ഒരു സാവകാശം കൊടുത്തതിന് നമ്മുടെ ഈ കേസ് ഇപ്പം പിന്നെ വീണ്ടും കൊടുത്തതിന് ശേഷമാണ് ഇപ്പം കേസ് എടുത്തിരിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യം ഈ അബ്ദുൾ വഹാബിന് നേടാൻ വേണ്ടി പോലീസിന് സഹായം ഉണ്ടായി, അങ്ങനെയാണോ? പോലീസിന് സഹായം ഉണ്ടായി. അപ്പം അവർ വേണ്ടി സഹായിച്ച നമ്മൾ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും അവർ ഇയാളെ അറസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. പരാതിക്കാരിയുടെ ഉമ്മയുടെ പ്രതികരണമാണ് കണ്ടത്. ബാങ്കിൽ നിന്ന് ലോണും എടുത്തൊക്കെ ആയിരിക്കും ഈ പൈസ കൊടുത്തിട്ടുണ്ടാവുക. അഴിമതി എന്ന് പറയുന്നത് പണം വാങ്ങുന്നത് മാത്രമല്ല, പണം നൽകുന്നതും അഴിമതിയുടെ ഭാഗമാണ്. ഇതിൽ ഒരു കണ്ണി അവരും ഈ പണം ഇങ്ങനെ കൊടുക്കുന്നവരും കണ്ണിയാണ്. പക്ഷെ അവരുടെ ആ പരിമിതി, അവരുടെ സാഹചര്യം, ഒരു ജോലി കിട്ടിയാലേ മുന്നോട്ട് പോകാൻ ആ കുടുംബത്തിന് കഴിയുകയുള്ളൂ എന്ന പരിമിതി മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഇത്രയും 25 ലക്ഷം രൂപ കൊടുത്ത് ജോലി വാങ്ങുക എന്ന് പറയുന്ന അത് ആ ജോലി നൽകുന്ന സോഷ്യൽ സ്റ്റേറ്റസ് അതങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പരിഗണിച്ചാണ് ഇത്രയും പണം സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവരെ നിർദാക്ഷിണ്യം ഈ ജോലി കിട്ടാതെ അവർക്ക് പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ചവറ. അവിടെ ഈ പൊതുമേഖലാ സ്ഥാപനം എല്ലാം PSCയുടെ കീഴിൽ വരേണ്ടതല്ലേ? അവിടുത്തെ നിയമനം നടക്കേണ്ടത് ഈ സംഭാഷണത്തിൽ തന്നെ ഉണ്ട്. PSC വഴിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും ഈ PSCക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നില്ലേ, ഇപ്പോൾ ഇന്നലെ വാർത്ത വന്നു, ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ വന്നു. PSC ചെയർമാനും അംഗങ്ങൾക്കും ഒക്കെ ഇത്രയും പണം അല്ലെങ്കിൽ അധിക ശമ്പളം കിട്ടുന്നു. അങ്ങനെ പ്രവർത്തിക്കേണ്ട PSC ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ PSCയുടെ അറിവോടുകൂടി അല്ല ഇതൊന്നും നടക്കുന്നത്, ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. അതൊരു ശരിയാണ്. പക്ഷേ ഇതെല്ലാ സംവിധാനവും ഉണ്ടായിരിക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആളുകളുടെ ഇന്ന് പണപ്പിരിവ് നടത്തുന്നു, ജോലി വാഗ്ദാനം ചെയ്ത് പണപ്പിരിവ് നടത്തുന്നു, പക്ഷേ അവരെ പറ്റിക്കുകയും ചെയ്യും. കണ്ണൻ നായരുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാൻ, ഈ ദൃശ്യങ്ങളിൽ സംഭാഷണമൊക്കെ ഉണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഏറ്റവും ഒടുവിൽ പണം നൽകിയപ്പോഴാണ് ഇവർ ഇത് ചിത്രീകരിച്ചത്. ഏറ്റവും അവസാനം 14,30,000 രൂപ നൽകിയ സമയത്താണ് ഈ ഒരു ചിത്രീകരണം നടന്നത്. അത് അവരുടെ ഒരു ബന്ധു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഫോണിൽ അദ്ദേഹത്തിന് അത് റെക്കോർഡ് ചെയ്യാൻ തോന്നിയത്. അല്ലാത്ത പക്ഷം ഒരു തെളിവും ഈ പണം നൽകുന്നതിന് ഉണ്ടാകുമായിരുന്നില്ല. ആ ബാങ്ക് വഴി കൊടുത്ത 5 ലക്ഷം രൂപയുടെ ഒരു തെളിവ് മാത്രമായിരിക്കും ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ വന്നൊരു ബന്ധുവിന് ഉണ്ടായ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. 14 മിനിറ്റിലധികമുള്ള സംഭാഷണവുമാണ്. അതിനിടയ്ക്കാണ് ഈ പൈസ കൈമാറുന്നതും. ഇയാൾ അബ്ദുൾ വഹാബ് എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല, അയാൾ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്.
ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഒട്ടേറെ തട്ടിപ്പിൽ ഇയാൾ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. ശൂർനാട്, ശാസ്താംകോട്ട, ചവറ അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. എങ്കിലും ഇയാൾ മുസ്ലിം ലീഗിന്റെ മുൻ ദേശീയ കൗൺസിൽ അംഗമാണ്. 2022 വരെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോഴും ലീഗിന്റെ പ്രധാന പ്രവർത്തകനായി തന്നെ വരികയാണ്. 2022 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ആദ്യം പണം നൽകുന്നത്. അതിനുശേഷം സെപ്റ്റംബർ മാസം 5 ലക്ഷം രൂപ കൂടി നൽകുന്നു. പിന്നീട് 2023 ഏപ്രിൽ മാസം, അടുത്ത മെയ് മാസത്തിൽ ഒരാൾ വിരമിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പണം കൈമാറണം, അല്ലാത്ത പക്ഷം ജോലി നഷ്ടമാകും, മുൻപ് നൽകിയ 10 ലക്ഷം രൂപയും നഷ്ടമാകും എന്നുള്ള ഒരു കാര്യം ധരിപ്പിച്ചുകൊണ്ട് ഇവരുടെ ബന്ധുക്കളിൽ നിന്നടക്കമുള്ള ആൾക്കാരുടെ സ്വർണ്ണമടക്കം പണയം വെച്ചിട്ടാണ് അന്ന് 15 ലക്ഷം രൂപ നൽകിയത്. പിന്നീട് ജോലിയുമില്ല, പണവും ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ തിരിച്ച് പണം ചോദിച്ച സമയത്ത് ഇവരെ ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ ചെയ്യുന്നു. താജുദ്ദീൻ എന്നാണ് ഈ നേരത്തെ സംസാരിച്ച റസിയ ബീബിയുടെ ഭർത്താവിൻ്റെ പേര്. ഈ പണം നഷ്ടമായ മാനസിക ആഘാതം താങ്ങാനാവാതെ ഇപ്പോൾ കിടപ്പ് രോഗിയായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ആ മനുഷ്യനുള്ളത്. അങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ തട്ടിപ്പ് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മുൻ മന്ത്രിമാരുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിൻ്റെയും അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ടുള്ളൊരു തട്ടിപ്പാണ്. ഭരണമില്ലെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും ആ ബോർഡിലൊക്കെ തന്നെയുണ്ട്. അവർ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ആ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതൊക്കെ വിശ്വസിച്ചായിരിക്കാം ഇവർ ഈ പണം നൽകിയത്. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ പണം നൽകിയത്. പക്ഷേ പണവുമില്ല, ജോലിയുമില്ലാതെ വന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ പോലീസിൽ നിന്നും അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് പലപ്പോഴും ഇയാളെ സഹായിക്കുന്ന നിലപാടാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള നടപടി അടക്കം പോലീസ് സഹായം ചെയ്തു എന്നുള്ള ആരോപണം